മാന്യപ്രേക്ഷകർക്ക് ജെയിംസ് വിഷനിലേക്ക് സ്വാഗതം. ചെന്നൈയിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പ്രസ് അവന്യൂ മാളാണ്. ചെന്നൈയിലെ ആദ്യത്തേതും എന്നാൽ ഇന്നും മനോഹരമായി തലയുയർത്തി നിൽക്കുന്നതുമായ ഒരു ഷോപ്പിംഗ് മാളാണ് എക്സ്പ്രസ് അവന്യൂ മാൾ. 2010 ഈ മാൾ ഓപ്പൺ ചെയ്യുന്നത്. അന്ന് സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മാളായിരുന്നു ഇത്. അതിനുശേഷം ധാരാളം മാളുകൾ ചെന്നൈയിൽ ഓപ്പണായി എങ്കിലും പ്രശസ്തി കൊണ്ട് ഇപ്പോഴും അവന്യൂ മാൾ മുന്നിൽ തന്നെയാണ്. ഇതിൻ്റെ സെൻറ്ററിലുള്ള വിശാലമായ ഓപ്പൺ ഏരിയയും അതിൻ്റെ റൂഫിങ്ങും ഒക്കെ വളരെ മനോഹരമാണ്. ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെ ഏകദേശം 210 ഷോപ്പുകൾ ഇതിലുണ്ട്. വിശാലമായ പാർക്കിംഗ് ഏരിയയും ഇവിടെയുണ്ട്. കൂടാതെ വിശാലമായ ഫുഡ് കോർട്ടുകളും ഗെയിം സെന്ററുകളും ഒക്കെ ഇതിനകത്ത് ഉണ്ട്. അടുത്തതായി ഞങ്ങൾ കാണാൻ പോയത് ഇവിടുത്തെ ഗവൺമെൻറ് മ്യൂസിയമാണ്. ആർട്ട് ഗാലറിയും ഗവൺമെൻറ് മ്യൂസിയവും ഒക്കെ ഒരേ കോംപ്ലക്സിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പൂർവികന്മാരുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ മനസ്സിലാക്കി തരാനുള്ള ഒരു മ്യൂസിയമാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ ദിവസേന ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. 1851 ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യയിലെ സെക്കൻഡ് ഓൾഡ് മ്യൂസിയമാണിത്. കൊൽക്കത്തയിലുള്ള ഇന്ത്യൻ മ്യൂസിയമാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഓൾഡ് മ്യൂസിയം. ഇതിൻ്റെ ഒരു ഭാഗത്തായി സ്റ്റാളുകളൊക്കെ നിർമ്മിച്ച് പലവിധം കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റോമൻ ആൻറ്റിക്സിൻ്റെ വലിയൊരു കളക്ഷനാണ് ഈ മ്യൂസിയത്തിലുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അണ്ടറിലുള്ള ഈ മ്യൂസിയം ചെന്നൈ എഗ്മോറിൽ പാന്തിയാൻ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊന്നമാറ പബ്ലിക് ലൈബ്രറിയും ഈ കോംപ്ലക്സിനുള്ളിൽ തന്നെയാണ്. വർഷങ്ങളോളം പഴക്കമുള്ള ഗണപതിയുടെയും അതുപോലെ മറ്റു വിഗ്രഹങ്ങളൊക്കെ മ്യൂസിയത്തിന് പുറത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് സ്കൂൾ കുട്ടികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇടയ്ക്കിടെ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ ആകെ കുട്ടികളുടെ കലവില കൊണ്ട് മുഖരിതമായിരിക്കും. ധാരാളം അത്ഭുതകരമായ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ തിരിച്ചു പുറത്തിറങ്ങുമ്പോഴും കുട്ടികളുടെ കലപിലകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. മ്യൂസിയത്തിനുള്ളിൽ കുറേ നടന്ന് കാല് കഴിച്ചതുകൊണ്ട് ഞങ്ങൾ വെളിയിലുള്ള ബെഞ്ചിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ മറീന ബീച്ചിലുള്ള ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയാണ്. ആദ്യമേ തന്നെ വെളിയിലുള്ള ഐസ്ക്രീം ഷോപ്പിൽ നിന്നൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചു. മദ്രാസിൻ്റെ പേര് പിന്നീട് ചെന്നൈ എന്നാക്കിയെങ്കിലും പഴയ ഫലകത്തിൽ മദ്രാസ് ലൈറ്റ് ഹൗസ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ട്രയാങ്കിൾ ഷേപ്പിൽ 10 നിലകളിലായിട്ടാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. പിന്നെ ഫോട്ടോഗ്രാഫി വേണമെങ്കിൽ 25 രൂപ എക്സ്ട്രാ കൊടുക്കണം. ടൈമിംഗ് 10 AM to 1 PM, 3 PM to 6 PM, മൺഡേ ഹോളിഡേ. മറ്റൊരു ചെറിയ ലൈറ്റ് ഹൗസിൻ്റെ മോഡൽ അവിടെ വെളിയിൽ എൻട്രൻസിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ലിഫ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ലിഫ്റ്റിൽ ഓപ്പറേറ്റർ നമ്മുടെ കയ്യിൽ നിന്ന് ടിക്കറ്റൊക്കെ വാങ്ങിച്ച് നോക്കുന്നുണ്ട്. ലിഫ്റ്റ് വഴിയും സ്റ്റെപ്പിലൂടെയും നമുക്ക് മുകളിലെത്താം. 9ാമത്തെ നിലയിൽ വരെ ലിഫ്റ്റ് പോകുന്നുള്ളൂ. അതിനുശേഷം ഒരു ഫ്ലോറ് നമ്മൾ നടന്ന് കയറണം. 9ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള കുറേ വ്യൂകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ അവിടേക്ക് കയറുകയാണ്. 10 മിനിറ്റ് ടൈമേ നമുക്ക് മുകളിലത്തെ ഈ കാഴ്ചകൾക്ക് അവർ അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ 10ാമത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഗ്രില്ലിട്ട് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും ഭയക്കാനില്ല. ധൈര്യമായിട്ട് കാഴ്ചകൾ കാണാം. പിന്നെ വീഡിയോ അല്ലെ മൊബൈൽ എടുക്കാൻ അല്ലെ ഫോട്ടോഗ്രാഫി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മുകളിലായി നമുക്ക് ലൈറ്റ് ഹൗസിന് ചുറ്റും നടന്ന് കാണത്തക്ക രീതിയിൽ ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട്.
ഇതാണ് മറീന ബീച്ച്. മറീന ബീച്ചും അതിനോട് ചേർന്നുള്ള മെയിൻ റോഡും ലെഫ്റ്റ് സൈഡിലായിട്ട് റേഡിയോ സ്റ്റേഷനുമാണ് ഈ കാണുന്നത്. 1977 ഈ ലൈറ്റ് ഹൗസിൻ്റെ പണി പൂർത്തിയാകുന്നത്. എങ്കിലും ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് 2013 അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് പരുന്തുകളൊക്കെ കാണുന്ന മാതിരി കാഴ്ചകളൊക്കെ കണ്ട് സംതൃപ്തമായി അങ്ങനെ തൽക്കാലം ലൈറ്റ് ഹൗസിനോട് വിട പറയുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ട്രിപ്പിൾ ക്യാൻ സ്ട്രീറ്റിലെത്തി. വലിയ വീതിയൊന്നുമില്ലെങ്കിലും വളരെ തിരക്ക് പിടിച്ച ഒരു റോഡാണിത്. നമുക്കൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ റോഡിലേക്ക് വന്നു ചേരുന്ന ഉപറോഡുകളുടെ സ്ഥിതി ഈ രീതിയിലാണ്. ഇതിൻ്റെ 2 സൈഡിലും 1-2 നിലകളിലായിട്ട് വലിയ വൃത്തിയൊന്നുമില്ലാതെ ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞ് താമസിക്കുകയാണ്. ഇടയ്ക്കിടെ ചെറിയ അമ്പലങ്ങൾ കാണാം. അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന നശിച്ചു പോകാറായ സ്കൂട്ടറുകളും അങ്ങനെ മറ്റ് പല കാഴ്ചകളും ഇവിടെ കാണാൻ സാധിക്കും. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ചെന്നൈ മെട്രോയിൽ ഒന്ന് കയറുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പേ ലഞ്ച് കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി പൂരിയും ബാജിയും സബ്ജിയുമാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ LIC മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ട്രിപ്പിൾ ക്യാൻ സ്ട്രീറ്റിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം 1/4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ സ്റ്റേഷനിലേക്ക്. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിലോ സ്റ്റെപ്പിലൂടെയോ വേണം താഴത്തെ നിലയിലെത്താൻ. നമ്മൾ മുകളിൽ നിന്ന് കാണുന്നത് പോലെയല്ല. താഴെ എത്തിയാൽ നല്ല വിശാലമായ ഏരിയയിൽ പരന്നു കിടക്കുകയാണ് ഈ സ്റ്റേഷൻ. ജസ്റ്റ് ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള യാത്രയായതുകൊണ്ട് ഞങ്ങൾ ഈ LIC മെട്രോ സ്റ്റേഷനിൽ നിന്ന് 5-6 സ്റ്റേഷൻ അപ്പുറമുള്ള എയർപോർട്ട് മെട്രോ വരെയുള്ള ടിക്കറ്റാണ് എടുത്തത്. ചെന്നൈയിലെ ഒരു ഫേമസ് ബിൽഡിംഗ് ആയ LIC ബിൽഡിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇതിന് LIC മെട്രോ എന്ന് പേര് വരാൻ കാരണം. അതുപോലെ തന്നെ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് തൊട്ട് കിടക്കുന്ന സ്റ്റേഷൻ ആയതുകൊണ്ടാണ് അതിന് എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ എന്ന് പേര് വരാൻ കാരണം. അതേപോലെ തന്നെ ഓരോ മെട്രോ സ്റ്റേഷൻ്റെയും പേരിൻ്റെ പിന്നിൽ ഓരോ കാരണങ്ങൾ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറത്തെ യാത്രയുണ്ടായിരുന്നു. ഈ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അണ്ണ ഇൻ്റർനാഷണൽ ടെർമിനൽ വളരെ അടുത്തായിട്ട് തന്നെ കാണാൻ സാധിക്കും. എയർപോർട്ടിലേക്ക് വരുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു സ്റ്റേഷൻ. വളരെയധികം ആൾക്കാർ ദിവസേന ഈ വഴിയായി എത്തുന്നുമുണ്ട്. ഡൽഹി മെട്രോയുടെ വിജയത്തെ തുടർന്ന് അതിനെ പിന്തുടർന്ന് ആസൂത്രണം ചെയ്തതാണ് ഈ ചെന്നൈ മെട്രോ. 2015 ഇത് തുടങ്ങിയത്. സ്റ്റേഷൻ്റെ ഉൾവശമൊക്കെ ജസ്റ്റ് നടന്നൊന്ന് കറങ്ങിയൊന്ന് കണ്ട ശേഷം ഞങ്ങൾ LIC മെട്രോയിലേക്ക് തന്നെ തിരികെ പോകാനുള്ള ടിക്കറ്റ് എടുത്തു. ട്രെയിനിലേക്ക് പ്രവേശിക്കാൻ ജെൻസിനും ലേഡീസിനും അതുപോലെ വികലാംഗർക്കും ഒക്കെയുള്ള പ്ലേസ് അവിടെ പ്ലാറ്റ്ഫോമിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മെട്രോ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങുകയാണ്. ഇതോടുകൂടി ഞങ്ങളുടെ 3 ദിവസത്തെ ചെന്നൈ ട്രിപ്പും അവസാനിക്കുകയാണ്. അടുത്ത പരിപാടി ഇനിയും നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ വന്നിറങ്ങിയ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കായി. ചെന്നൈയിലെ പ്രധാനപ്പെട്ടതും എന്നാൽ തിരക്കേറിയതുമായ 2 സ്റ്റേഷനുകളിൽ ഒന്നാണ് ഇത്. മറ്റൊന്ന് ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനാണ്. ദിവസേന ഏകദേശം 3.5 ലക്ഷത്തോളം ആൾക്കാരാണ് ഈ MGR സ്റ്റേഷൻ ഉപയോഗപ്പെടുത്തുന്നത്. 17 പ്ലാറ്റ്ഫോമുകളാണ് ഇതിനുള്ളത്. 1873 ഇത് നിർമ്മിക്കുന്നത്. അതിനുശേഷം 1959 1998 പുതുക്കി പണിയപ്പെട്ടു. വളരെ മനോഹരമായ ആർക്കിടെക്ചറിലാണ് നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്.
ഇവിടേക്ക് വരുന്ന എല്ലാ റെയിൽവേ ട്രാക്കുകളുടെയും എൻ്റെ ഈ ഒരു സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നില്ല. ചെന്നൈ മെയിലിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഡിപ്പാർച്ചർ ടൈമിൻ്റെ അരമണിക്കൂർ മുമ്പ് ഞങ്ങളിവിടെ എത്തി. അപ്പോൾ അതുവരെയുള്ള ടൈം ചായയും സ്നാക്സും ഒക്കെ ആയിട്ട് തള്ളി നീക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളുടെ ചെന്നൈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.